കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 1 മാസം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പുനരധിവാസം വൈകുന്നുവെന്നാണ് ജനങ്ങൾ പരാതി പറയുന്നത്. ദുരന്തബാധിതർക്ക് വീട്ടുവാടക നൽകുന്ന കാര്യത്തിൽ സർക്കാർ അലംഭാവം കാണിക്കുന്നുവെന്നും ആരോപണമുയരുന്നു. അതേസമയം ദുരന്ത മേഖലകളിൽ വിദഗ്ധ സംഘത്തിൻ്റെ ഡ്രോൺ പരിശോധന തുടരുകയാണ്. മിഥില ചേരുന്നു. ഗുഡ് മോർണിംഗ് മിഥില, വിശദാംശങ്ങൾ എന്തൊക്കെ പറയൂ. ഗുഡ് മോർണിംഗ് എസ്കെൻ. വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായിട്ട് 1 മാസം കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴും പുനരധിവാസം എന്ത് എന്നത് ഈ ദുരന്ത ബാധിതർക്ക് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. മാത്രമല്ല 14 വീടുകളാണ് ഇവിടെ പൂർണ്ണമായും നഷ്ടമായത്. 112ഓളം വീടുകൾ വാസയോഗ്യമല്ല. ഇവിടെ ദുരന്ത ബാധിത പ്രദേശമായി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് അടിയന്തര ധനസഹായമായി 10,000 രൂപ നൽകുമെന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്നലെ വൈകുന്നേരം വരെ ഈ ഒരു അടിയന്തര ധനസഹായം ഇവർക്ക് ലഭിച്ചിട്ടില്ല. അതിനുള്ള ഒരു ആശങ്ക ഇവർക്കുണ്ട്. ഈ ഒരു ദുരന്ത ബാധിതർ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഒരു രാത്രി ആ ഉടുത്ത വസ്ത്രങ്ങളാൽ അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട ആളുകളാണ്. മറ്റൊന്നും തന്നെ ഇവരുടെ കൈവശമില്ല. ഉണ്ടായിരുന്ന വീട് നഷ്ടമായി. താമസയോഗ്യമല്ലാത്ത വീടുകളിൽ, അതായത് ഈ പൂർണ്ണമായി നശിച്ച 14 വീടുകൾ മാറ്റി നിർത്തിയാൽ 112 വീടുകൾ അവിടെ ഉണ്ട്. വീടുണ്ടോ എന്ന് ചോദിച്ചാൽ വീടുണ്ട്, പക്ഷേ അവിടെ താമസിക്കാൻ കഴിയില്ല. ഉരുൾ പോയത് ഈ വീടുകളുടെ സൈഡിനടുത്തൂടെയും മറ്റുമൊക്കെയാണ്. അതുകൊണ്ട് തന്നെ അവിടെ പോയി താമസിക്കുക എന്നത് പ്രായോഗികമല്ല. അവരെല്ലാവരും തന്നെ ഇപ്പോൾ വാടക വീടുകളിൽ താമസിക്കുകയാണ്. സുഹൃത്തുക്കളുടെ എല്ലാം സഹായത്തോടു കൂടിയാണ് ഈ ഒരു വാടക നൽകുന്നതെന്നാണ് അവർ നമ്മുടെ അടുത്ത് ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരം ആളുകൾക്കാണ് അടിയന്തര ധനസഹായം വേണ്ടത് എന്ന് ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. പുനരധിവാസം വൈകരുത്, എത്രയും പെട്ടെന്ന്, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സർക്കാരിന്റെ അടിയന്തര ശ്രദ്ധ വയനാടിന് സമാനമായി തന്നെ വിലങ്ങാടും വേണം എന്ന ആവശ്യമാണ് തുടരെ ഉയരുന്നത്. മറ്റൊന്ന്, ഈ മേഖലയിൽ ഇപ്പോഴും ഡ്രോൺ പരിശോധന തുടരുന്നുണ്ട്. ലേസർ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഒരു പരിശോധനയാണ് നിലവിൽ ഇപ്പോൾ പുരോഗമിക്കുന്നത്. 12 ദിവസം ഈ ഒരു പരിശോധന തുടരും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. പൂർണ്ണമായും ഈ ഒരു ഭൂമിയുടെ ഘടന, അവിടെ താമസിക്കാൻ പറ്റുമോ, അത്തരം കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. പക്ഷേ അതിലും ജനങ്ങൾക്ക് ഒരു അതൃപ്തിയുണ്ട്. കാരണം ഇതിനു മുൻപും ഒരു ഡ്രോൺ പരിശോധന നടത്തി കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചതാണ്. വീണ്ടും ഇത്തരം പരിശോധനകൾ മാത്രം നടക്കുന്നു. പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തീരുമാനമാവുന്നില്ല. അത്തരമുള്ള ഒരു കാര്യത്തിൽ അവിടുത്തെ ദുരന്ത ബാധിതർക്ക് വലിയ രീതിയിലുള്ള അതൃപ്തിയുണ്ട്, ആശങ്കയുണ്ട്, പ്രതിഷേധമുണ്ട്. എന്തുതന്നെയായാലും സർക്കാരിന്റെ ഒരു അടിയന്തര ഇടപെടൽ ഈ വിഷയത്തിൽ, വിലങ്ങാട്ടെ വിഷയത്തിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നിലവിലെ പ്രതിസന്ധിയിൽ ഉണ്ടാകണം എന്ന ഒരാവശ്യമാണ് ഈ ഭാഗത്തുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത്. എസ്കെൻ ബാലനാണ് കോഴിക്കോട് നിന്ന് ചേർന്നത്.